നാസർ കൊളായി, എന്താണ് സംഭവിച്ചത്? പേരാമ്പ്രയിൽ നിങ്ങളുടെ പാർട്ടിക്ക് ഭൂരിപക്ഷമുണ്ട് എന്നതിൻ്റെ ഹുങ്കാണോ നിങ്ങൾ കാട്ടിയത്? ജിംഷാദെ, എന്റെ സുഹൃത്ത് കോൺഗ്രസ് പ്രതിനിധി റജി രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. ഒന്ന്, CPM അവിടെ സംഘർഷം സൃഷ്ടിച്ചു. ആത്മസംയമനം പാലിക്കേണ്ട ഭരണകക്ഷിയായ CPM അവിടെ സംഘർഷ സാധ്യത സൃഷ്ടിച്ചു. CPM ഷാഫിയും തമ്മിൽ അവിടെ മുഖാമുഖം തന്നെ വന്നിട്ടില്ല. അവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിനെതിരെ ഒരു പ്രശ്നം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാന കാരണം എന്താണ്? പേരാമ്പ്രയിലെ CKG കോളേജിൽ നടന്ന തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ SFI അവിടെ ബഹുഭൂരിപക്ഷത്തോടുകൂടി ജയിച്ചു. ഒരു സീറ്റ് KSUവിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ റെജി പറഞ്ഞത് 30 കൊല്ലത്തിനിടയിലാണ്. അത് ഒന്ന് പരിശോധിക്കണം. എന്റെ സുഹൃത്ത് സത്യം കടിയങ്ങാട് അടക്കം അവിടെ നിന്ന് ജയിച്ചു വന്നിട്ടുണ്ട്. പല ആളുകളും എനിക്ക് പരിചയമില്ല. ഞാൻ പഴയ കോൺഗ്രസ് ആണ് റെജി, എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോ അവിടെ നേരത്തെയും KSU ഒക്കെ ജയിച്ചു വന്നിട്ടുണ്ട് നിരവധി തവണ. ഇത്തവണ മഹാത്ഭുതം സംഭവിച്ചിട്ടില്ല. ഒരു ചെയർമാൻ സ്ഥാനം മാത്രമാണ് കിട്ടിയത്. ബാക്കി എല്ലാ സീറ്റും SFIക്ക് കിട്ടി. സ്വാഭാവികമായി SFI അവിടെ ആഹ്ലാദ പ്രകടനം നടത്തി. ആ ആഹ്ലാദ പ്രകടനത്തിനിടയിലൂടെ UDSFും ആളുകള് KSU മാത്രമല്ല, KSU MSFകാരും UDSFകാരും SFIയുടെ സമരത്തിന് നേരെ അക്രമം വഹിച്ചു വിട്ടു. സ്വാഭാവികമായി തിരിച്ചടി ഉണ്ടായി. അവിടെ പോലീസ് ലാത്തി വീശി, ഗ്രനേഡ് പ്രയോഗിച്ചു, എല്ലാം ചെയ്തു. അതിൽ പ്രതിഷേധിച്ച് സ്വാഭാവികമായത് അവിടെ അവസാനിക്കണം. കേരളത്തിലെ മെനിയാന്ന് യൂണിവേഴ്സിറ്റിയിലേക്ക് കടന്ന തെരഞ്ഞെടുപ്പിൽ പല സ്ഥലത്തും ഇതുപോലെ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ സംഘർഷങ്ങൾ അവിടെ അവസാനിച്ചു. അത് കോളേജിലെ അടിപിടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. പിറ്റേ ദിവസം കോളേജ് ഉറക്കും, കുട്ടികളൊക്കെ ഒരുമിച്ച് പോവുകയും ചെയ്യും. പക്ഷെ ഈ സംഘർഷത്തെ വലുതാക്കാൻ വേണ്ടി മനഃപൂർവ്വം എന്ത് ചെയ്തു? അവിടെ പിറ്റേന്ന് പേരാമ്പ്രയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചു. ഹർത്താൽ പ്രഖ്യാപിച്ചിട്ട് നേരെ പോയിട്ട് ആക്രമിച്ചത് ആരെയാണ്? പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിനെ ആക്രമിച്ചു. UDSFകാർ നിഷേധിക്കാൻ കഴിയുക ഷാജിക്ക്? എന്തേ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദിനെ ആക്രമിക്കാൻ? അതിനൊരു കാരണമുണ്ട്. അവിടെ സർക്കാരിന്റെ ലൈഫ് ഭവന പദ്ധതി പ്രകാരം ഉണ്ടാക്കിയിട്ടുള്ള ഒരു വീടുണ്ട്. ആ വീട് കോൺഗ്രസിന്റെ വീടാണ് എന്ന് പറഞ്ഞ് ഷാഫി ഉദ്ഘാടനം ചെയ്തു. ഷാഫി ഷോ കാണിക്കാൻ വരുന്ന ഷാഫി. അപ്പോൾ അത് കൃത്യമായി പൊളിച്ചടക്കി പഞ്ചായത്ത് പ്രസിഡന്റ് പ്രമോദ് പിറ്റേന്ന്. അപ്പൊ പ്രമോദിനോട് സ്വാഭാവികമായിട്ടുള്ള ഒരു ദേഷ്യമുണ്ട്. അങ്ങനെ പ്രമോദിനെ അവിടെ ആക്രമിച്ചു. അപ്പോൾ ഇടതുപക്ഷം പ്രമോദിനെ ആക്രമിച്ചതിന് പ്രതിഷേധിക്കുന്നതിന് വേണ്ടി പ്രകടനം നടത്താൻ തീരുമാനിച്ചു. അത് കൃത്യമായി പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ് ആ പ്രകടനം നടന്നിട്ടുള്ളത്. അത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വടകര റോഡിലൂടെ ആരംഭിച്ച് പോലീസ് നിർദ്ദേശിച്ച കൃത്യസമയം പാലിച്ച് പിരിച്ചുവിടുക ചെയ്ത്. ഞാൻ ഇന്നലെ ഈ പേരാമ്പ്രക്കടുത്ത് ഒരു പൊതുയോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ച മനുഷ്യനാണ്. ഈ പേരാമ്പ്രയിലെ ഇടതുപക്ഷത്തിന്റെ CPMന്റെ പ്രകടനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ആളുകൾ ഒരു 7:30 മണിക്ക് ഞാനൊക്കെ നിൽക്കുന്ന സ്ഥലത്ത് പൊതുയോഗം കേൾക്കാൻ വന്നവരുണ്ട്. അവരോട് ഞാൻ അന്വേഷിക്കുകയും ചെയ്തു. അവർ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്നതാണ്. അപ്പോ ഇതിലിപ്പോ റെജി പറഞ്ഞത് വലിയൊരു തമാശ എനിക്ക് തോന്നിയത് എന്താണ്? കോൺഗ്രസിന്റെ സമരം സമാധാനപരമായിട്ടാണ് കേരളത്തിൽ ഇന്ന് വരെ നടന്നിട്ടുള്ളത്. ഈ സമരം നടന്നത് എന്തിന്റെ ഭാഗമായിട്ടാണ്? ഈ പ്രശ്നം ഉണ്ടാക്കിയത് കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. റെജിക്ക് അറിയോന്ന് അറിഞ്ഞൂടാ, കണ്ണൂർ ജില്ലയിലെ ചീമേനിയിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് തെരഞ്ഞെടുപ്പിന്റെ ജയപരാജയങ്ങൾ വിലയിരുത്തുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരെ ഓഫീസിലിട്ട് ചുട്ടുകൊന്നു. എത്ര പേരെ? 5 പേരെ ചുട്ടുകൊന്ന പാർട്ടിയാണ് ഇവിടെ വന്നിട്ട് പറയാണ് ഇപ്പോ സമാധാനത്തിന്. എന്തിനു പോട്ടെ, മറ്റു പാർട്ടികളോട് കാണിച്ച അക്രമങ്ങൾ പോട്ടെ, കോൺഗ്രസിനുള്ളിൽ തന്നെ ഗ്രൂപ്പ് പോയി തൃശ്ശൂരിൽ തന്നെ 3 പേരാണ്, മധു അടക്കം 3 പേരാണ് കൊല്ലപ്പെട്ടത്. കോൺഗ്രസ് ലാലാജി, അനീഫ, ഈ 3 പേരെ കൊന്നത് ആരാണ് റജി? ഈ 3 പേരെയും കൊന്നത് കോൺഗ്രസ് ആണ്. നിലമ്പൂരില് കോൺഗ്രസ് ഓഫീസിലിട്ട് രാധയെ ബലാത്സംഗം ചെയ്ത് കൊന്നത് ആരാണ്? അതും കോൺഗ്രസ് അല്ലേ? ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, ഇവിടെ ഈ ഷാഫി പല പ്രാവശ്യം ഈ പേരാമ്പ്രയിൽ സംഘർഷം സൃഷ്ടിച്ചിട്ടുണ്ട്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണല്ലോ ഷാഫിയുടെ നേതൃത്വത്തിൽ അവിടെ ഒരു വലിയ ഷോ നടന്നത്, ഒരു പ്രകടനമൊക്കെ നടത്തിയത്. അന്ന് ആരെയായിരുന്നു ആക്രമിക്കുന്നത്? ചാനൽ പ്രവർത്തകരെ, റിപ്പോർട്ടർ ചാനൽ അടക്കം, കൈരളി ചാനൽ അടക്കമുള്ള നിരവധി ചാനലുകളുടെ പ്രവർത്തകരെ ആക്രമിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം ഇന്നലെ പ്രതിഷേധ പ്രകടനം നടത്തിയപ്പോൾ പോലീസിന്റെ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് കൃത്യമായി അത് പാലിച്ചു പിരിഞ്ഞുപോയി. മാത്രമല്ല ഒരു കാര്യം കൂടി, ഇതിന്റെ മറവിൽ ഒരു ഒളിവിലിരിക്കുന്ന MLA പുറത്തെത്തുന്നു പയ്യെ. പക്ഷേ PK ഫിറോസ് ആണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. അതിന്റെ അടുത്ത് ഒരു സൈഡായി നിൽക്കുകയാണ് ചെയ്യുന്നത്. ചില ഘട്ടങ്ങളിൽ സംസാരിച്ചു അല്ലേ? ചില ഘട്ടങ്ങളിലല്ല. എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചെന്ന് കേട്ടിട്ടുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിച്ചിട്ട് പറയാണ്, കേരളത്തിലെ UDFന്റെ നേതാക്കളെ ചോരയിൽ കുളിപ്പിച്ച് കടത്തിയാലും ഞങ്ങൾ അന്ത്യം വരെ പോരാടും. ക്രിമിനലായ കോഴിക്കോടിന്റെ പോലീസ് SP ഇതിന് മറുപടി പറയേണ്ടത്. ആരാ ഇത് പറയുന്നത്? നിരവധി സ്ത്രീകളെ പീഡിപ്പിച്ച് അയാൾ തന്നെ ഗർഭിണിയാക്കിയ 2 സ്ത്രീകളിൽ ഒരു സ്ത്രീയോട്
ഈ രാഹുലിന്റെ കുഞ്ഞ് വയറ്റി കിടക്കുന്ന സ്ത്രീയോട് നിന്നെയും കുഞ്ഞിനെയും ഒരു നിമിഷം മതി എനിക്ക് ചവിട്ടി കൊല്ലാന്ന് പറഞ്ഞ നൊട്ടോറിയസ് ക്രിമിനൽ. ആ ക്രിമിനലിന് രംഗത്ത് വരാനുള്ള ഒരു അവസരം സൃഷ്ടിച്ചു കൊടുത്തു. റെജി ഇപ്പൊ ഇരിക്കുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. റെജിയോട് എനിക്കൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് എന്റെ സംസാരത്തിന് ശേഷം മറുപടി ഉണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ആരാ? ഒന്ന് പറ. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിന്റെ ആരാണ്? ഇയാൾ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് CPM ആണോ? അല്ല. ഇയാളെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത് പിന്നെ കോൺഗ്രസ് ആണ്. മാത്രമല്ല ഇയാള് വ്യാജ ഐഡന്റിറ്റി കാർഡിലൂടെ നടത്തിയ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് തന്നെ പിരിച്ചുവിട്ടു. കേരളത്തിന്റെ ആ CPM അല്ല, ഹൈക്കോടതി ആ കമ്മിറ്റി തന്നെ പിരിച്ചുവിട്ടു. അപ്പൊ ഇയാള് പുറത്താക്കിയിട്ടില്ലെങ്കിലും ഇയാൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആവൂല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയ രാഹുൽ മാങ്കൂട്ടത്തില് ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുന്നിൽ പിറകിൽ നിൽക്കുന്ന ആരാറിയോ? KC അബുവിനെ പോലെയൊക്കെ ഉള്ള ജില്ലയിലെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ പിറകിലേക്കാം. എന്നിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തില് മുന്നിൽ നിന്ന് സംസാരിക്കാം. തന്റെ പ്രിയപ്പെട്ട എല്ലാമായ ഒറ്റ ചങ്കും ഇരട്ട ശരീരവുമായി ജീവിക്കുന്ന ഞാൻ രാഹുൽ തിരിച്ചെത്താം. മാങ്കൂട്ടത്തിന് അതെ അതെ രംഗത്ത് അതെ